ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 1857 വിപ്ലവത്തെക്കുറിച്ചാണ്. ദ 1857 റിവോൾട്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു അധ്യായമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മഹത്തായ വിപ്ലവമെന്നും ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്നും 1857 വിപ്ലവമെന്നും ഇതിനെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ ബ്രിട്ടീഷുകാർ ഇതിനെ ശിപ്പായി ലഹള എന്നാണ് വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ഇന്ത്യൻ ദേശീയതയുടെ ഒരു സംഘടിത മുന്നേറ്റമായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യൻ ചരിത്രകാരന്മാർ എന്ന് ഇതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെ കിടിലം കൊള്ളിച്ച ചരിത്രപരമായ ഒരു പോരാട്ടമായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം. ബ്രിട്ടീഷുകാർക്കെതിരെ നിലനിന്നിരുന്ന അസംതൃപ്തിയുടെയും നീരസത്തിൻ്റെയും പ്രാഥമികമായൊരു പൊട്ടിത്തെറിയായിരുന്നു അത്. ബ്രിട്ടീഷ് പട്ടാളത്തിലുണ്ടായ ഇന്ത്യൻ സൈനികരുടെ അസംതൃപ്തിയാണ് വിപ്ലവത്തിലേക്ക് നയിച്ചത്. തുടർന്ന് ഉത്തരേന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലേക്കും മധ്യ ഇന്ത്യയിലേക്കും വിപ്ലവം പടർന്നു പിടിച്ചു. വി.ഡി. സവർക്കർ ആണ് വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്. സമൂഹത്തിലെ എല്ലാ മേഖലയും പെട്ട ആളുകൾ ഇതിൽ അണിനിരന്നു. മംഗൾ പാണ്ഡെ ആയിരുന്നു ഇതിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി. ശിപായിമാർ ബഹദൂർ ഷായെ മോചിപ്പിച്ച് ഡൽഹിയിലെ രാജാവാക്കി. നാനാ സാഹിബ്, താന്തിയ തോപ്പെ, ബീഗം ഹസ്രത് മഹൽ, ഝാൻസി റാണി ബക്തഖാൻ എന്നിവരായിരുന്നു വിപ്ലവത്തിൻ്റെ പ്രമുഖ നേതാക്കൾ. ബഹദൂർ ഷാ ആയിരുന്നു ദില്ലിയിൽ വിപ്ലവം നയിച്ചിരുന്നത്. ബക്തഖാൻ, നാനാ സാഹിബ്, താന്തിയ തോപ്പെ എന്നിവരായിരുന്നു കാൺപൂരിൽ വിപ്ലവം നയിച്ചിരുന്നത്. റാണി ലക്ഷ്മിബായി ആയിരുന്നു ഝാൻസിയിൽ വിപ്ലവം നയിച്ചത്. മൗലവി അഹമ്മദുള്ള ഖാനായിരുന്നു ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത്. 1857 മെയ് 10 മീററ്റിലാണ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. ചുവപ്പ് താമരയും റൊട്ടിയുമായിരുന്നു ഇതിൻ്റെ രഹസ്യമുദ്ര. ബഹദൂർ ഷായെ ബ്രിട്ടീഷുകാർ റങ്കൂണിലേക്ക് നാടുകടത്തി. ഈ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭു ആയിരുന്നു. 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞിയായിരുന്നു. വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം നാനാ സാഹിബായിരുന്നു. വിപ്ലവത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന കൺവർ സിംഗ് ആയിരുന്നു. വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന അസിമുള്ള ഖാൻ ആയിരുന്നു. മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണമായ പതനത്തിന് 1857 വിപ്ലവം കാരണമായി. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നിർണായകമായ ഘട്ടം ആരംഭിക്കുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടു കൂടിയാണ്. നിരവധി കാരണങ്ങൾ ഇതിലേക്ക് നയിച്ചു. 1848 ദത്താവകാശ നിരോധന നിയമം, 1850 റിലീജിയസ് ഡിസബിലിറ്റി ആക്ട്, 1854 പോസ്റ്റ് ഓഫീസ് നിയമം, 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, 1856 ഇന്ത്യൻ സൈനികർക്ക് കടൽ കടന്നു പോവേണ്ടി വന്നത്, സൈനികരുടെ തുച്ഛമായ ശമ്പളം, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് സൈനികർക്ക് നേരിട്ട അവഹേളനം, നാട്ടുരാജ്യങ്ങൾ നേരിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത്, മിഷനറിമാരുടെ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ കൊടുത്ത സപ്പോർട്ട്, ജാതിമത ആചാരങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ, വിപ്ലവകാരികൾ ആദ്യം പിടിച്ച